ഹായ് ഹലോ വെൽക്കം ടു ദി സ്റ്റിൽ പോയിന്റ്. ഹസ്മിൻ ആണ് സംസാരിക്കുന്നത്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഗിഫ്റ്റ് കൊടുക്കുക, സർപ്രൈസസ് കൊടുക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു, എന്തായിരിക്കും ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി മുഖങ്ങൾ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം ഞാൻ PG ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കുറച്ചും കൂടിയും ആ ഒരു ഹോസ്റ്റൽ ലൈഫും അങ്ങനെ കുറെ കൂടി ഫ്രണ്ട്സിനെ ഇങ്ങനെ കുറേ അടുത്ത് പരിചയപ്പെടുന്നതും അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതും. ഈ ഒരു സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്നു, നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളും കൂടി അറിഞ്ഞ് നമ്മളും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ, അങ്ങനെ അവർക്ക് ചെറുതായിട്ടുള്ള രീതിയിലൊന്ന് ഡൗൺ ആയിട്ടിരിക്കാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെന്റ് ആണ് എന്നറിയുന്ന സമയത്തൊക്കെ ഞാൻ ചെറിയ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അതായത് വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് ഒന്നും ആയിരിക്കില്ല, പകരം അവർക്കൊന്ന് ബൂസ്റ്റപ്പ് ആവാനുള്ള രീതിയിൽ എന്തെങ്കിലും ചെറുതായിട്ട് ചിലപ്പോൾ ഒന്ന് എഴുതി കൊടുക്കായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കായിരിക്കും. അങ്ങനെ പൊതുവെ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ PG അവസാനിക്കാറായ ഒരു മൊമെന്റിൽ എല്ലാവർക്കും ഇങ്ങനെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ ഇവിടുന്ന് പോവാണ്, ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ എന്നുള്ള റിയാലിറ്റി ഇങ്ങനെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എല്ലാവരും മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഞാനിങ്ങനെ കൊടുക്കുന്നതെന്ന് തന്നെ അതിനൊരു തിരിച്ചൊരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ അവര് എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യണ്ടായി. ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും റൂം അടുത്തടുത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് പ്ലാൻ ചെയ്യുന്നത് എന്താന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതായത് ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തോ സർപ്രൈസ് വരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഞാൻ ഓർത്തു കുഴപ്പമില്ല, അവര് ഇനിയിപ്പോ അവരുടെ സർപ്രൈസ് പൊളിക്കണ്ടെന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ ഞാൻ അഭിനയിച്ചു നിന്നു. അങ്ങനെ അവസാനം ഇവര് ഈ ഒരു സർപ്രൈസ് പൊട്ടിക്കാണ്. ഈ സമയത്ത് അവര് നല്ലൊരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഫുഡൊക്കെ വെച്ച് അങ്ങനെ ഒരു സർപ്രൈസ് ആണ് തന്നത്. എനിക്കിത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ കുറെ ചിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവര് ഞാൻ കുറെ കരയും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ ഇവരിങ്ങനെ ഭയങ്കര ഡള്ളായിട്ട് നിൽക്കുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇവരൊരു വീഡിയോ പ്ലേ ചെയ്യണത്. അതായത് ഒരു അരമണിക്കൂർ നീണ്ട ഒരു വീഡിയോ ആയിരുന്നു അത്. അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ കരഞ്ഞു എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് ഇമോഷണലായി. അന്ന് രാത്രി കിടന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരിക്കും ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ഈ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇതായിട്ട് തോന്നിയത് അവരാ മാറ്റി വെച്ച ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇന്നത്തെ ഒരു ദിവസം പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ജൂലൈ 30 ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഇങ്ങനെ കുറച്ച് മനുഷ്യർ കൂടാതെ കുറച്ചധികം ആൾക്കാരും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തില് ഫ്രണ്ട്സ് എന്ന ആ ഒരു ലേബലില് നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം ഒപ്പം കൂടിയ ഒരുപാട് പേര് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാവരെയും ചേർത്ത് പിടിക്കുക. അപ്പൊ പലപ്പോഴും ഇങ്ങനെ ഒരു ദിവസം വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യമായിരിക്കും, ഇങ്ങനെ ഒരു ദിവസത്തിന്റെ കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചെറിഷ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ദിവസം ഉള്ളത് നല്ലതല്ലേ. അപ്പൊ കൂടുതൽ കാര്യങ്ങളായിട്ട് അടുത്ത എപ്പിസോഡ്സിലൊക്കെ വരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നിവിടെ നിർത്താണ്. അപ്പൊ അത്രയ്ക്കുള്ളൂ. ബായ്.